നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. സോളാർ തട്ടിപ്പ് കേസിൽ ഡെന്നി ജോബനും നടി ശാലു മേനോനും ജാമ്യം അനുവദിച്ചു. റാന്നിയിൽ മദ്യവും അനധികൃത മദ്യവിൽപ്പനയും തടയുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുള്ള പ്രവർത്തനമായി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വടശ്ശേരിക്കരയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. റാന്നി ട്രഷറിയുടെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ സംഗമവും മുതിർന്ന ഇടപാടുകാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. വാർത്തകൾ വിശദമായി. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സ്റ്റാഫ് അംഗം ഡെന്നി ജോബൻ, നടി ശാലു മേനൻ എന്നിവർക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് സതീശചന്ദ്രന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകുന്നതിന് പ്രോസിക്യൂഷൻ ശക്തിയായി എതിർത്തിരുന്നു. ഇരുവരും കേരളം വിട്ടുപോകരുതെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യത്തിനായി ശാലു മേനോൻ 1 ലക്ഷം രൂപയും ജോബൻ 50,000 രൂപയും കെട്ടിവെക്കണം. ശാലു മേനോന്റെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ ഇരുവരും റിമാൻഡിലാണ്. ജോബന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കണം. സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. റാസിഖ് അലിയിൽ നിന്നുള്ള പണം തട്ടിയ കേസിലാണ് ശാലു മേനോന് ജാമ്യം അനുവദിച്ചത്. ശാലുവിനെതിരായ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണ സംഘത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ജോബന്റെയും ശാലു മേനോന്റെയും ജാമ്യാപേക്ഷ ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ നേരത്തെ തള്ളിയിരുന്നതാണെന്ന് കോന്നി സ്വദേശി ശ്രീധരൻ നായരുടെ പരാതിയിലാണ് ജൂൺ 28-ന് ജോബൻ അറസ്റ്റിലാവുന്നത്. കേസ് അന്വേഷിക്കുന്ന ADGP ഹേമചന്ദ്രൻ നിയമന സാധ്യത സംബന്ധിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോഴാണ് വിമർശനം ഉന്നയിച്ചിരുന്നു. LPG സബ്സിഡിക്ക് ആധാർ നിർബന്ധമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പാർലമെന്ററി കാര്യമന്ത്രി രാജീവ് ശുക്ല രാജ്യസഭയിൽ അറിയിച്ചതാണ് ഈ കാര്യം. ആധാർ കാർഡില്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ LPG സബ്സിഡി ലഭിക്കില്ലെന്ന് അറിയിച്ചു വന്നതോടെ ജനങ്ങൾ ആധാർ കാർഡിനായി നെട്ടോട്ടം ഓടുകയായിരുന്നു. ഇതു സംബന്ധിച്ച് ശൂന്യവേളയിൽ രാജ്യസഭയിൽ അച്യുതനാണ് പ്രശ്നം ഉന്നയിച്ചത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നേരിടുന്ന പ്രശ്നമാണെന്നുള്ള ആവശ്യവുമായി മറ്റ് ഇടത് MPമാരും രംഗത്തെത്തി. തുടർന്നാണ് വിഷയം ചർച്ചയ്ക്കെടുത്തതും മന്ത്രി രാജീവ് ശുക്ല പ്രസ്താവന ഇറക്കിയതും. ബസ് ലോറി ഡ്രൈവർമാരുടെ മക്കൾക്കായി അശോക് ലൈലാൻഡും TVSഉം ചേർന്ന് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. +2കാർക്ക് വർഷം 5,000 രൂപയും കോളേജ് വിദ്യാർത്ഥികൾക്ക് 25,000 രൂപയും വീതം 3 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 944171789117. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ഓണക്കാലത്ത് വ്യാജമദ്യവും അനധികൃത മദ്യവിൽപ്പന തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കുവാൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വിവിധ വകുപ്പ് തല യോഗത്തിൽ തീരുമാനമായി. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, റവന്യൂ എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലായിരിക്കും കർശന പരിശോധന നടത്തുക. ഓണക്കാലത്ത് വാജ്യമദ്യവും അനധികൃത മദ്യവിൽപ്പനയും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്നത് തടയുവാൻ റാന്നിയിലെ വനമേഖലകളിലും പട്ടികജാതി പട്ടികവർഗ കോളനികൾ, പൊതുനിരത്തുകൾ, മറ്റ് ഉൾപ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരിശോധനയും പെട്രോളിംഗ് നടത്തുവാൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പുതല യോഗത്തിൽ തീരുമാനമായി. പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ മദ്യത്തിന്റെ ഉപയോഗം കൂടി വരുന്നതായി യോഗം കണ്ടെത്തി. കോളനി കേന്ദ്രീകരിച്ച് കോളനിക്ക് പുറത്തുനിന്നും ആൾക്കാർ വാഹനങ്ങളിലെത്തി ഇവിടങ്ങളിൽ മദ്യപിക്കാറുണ്ട്. കോളനികളിലെ ആൾക്കാർ തന്നെ ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായും ഫോറസ്റ്റിലെ സെക്ഷൻ ഓഫീസർ S. രാജു യോഗത്തെ അറിയിച്ചു. അടിച്ചുപുഴ മേഖലയിൽ കോളനിയിൽ വ്യാജച്ചാരമല്ല അവിടെ വിൽക്കുന്നത്.
ആ കോളനി കേന്ദ്രീകരിച്ച് കോളനിക്ക് വെളിയിലുള്ള ആൾക്കാർ ഓട്ടോറിക്ഷയായി വന്ന് അവർക്ക് അവിടെ സുഖസൗകര്യമായിട്ട് നിന്ന് കുടിക്കാനായിട്ടുള്ള വനമേഖലയുണ്ട്. അപ്പോൾ ഇത് വനം വകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വനത്തിനകത്ത് എന്താണ് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് വിചാരിച്ച് നമ്മൾ അവരെ ഓടിച്ചുവിടാൻ പറ്റത്തുള്ളൂ. മദ്യം വിദേശ മദ്യം കൊണ്ടൊന്ന് അവിടെ നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ സാധാരണ കൈകാര്യം ചെയ്യാറ്. പക്ഷെ നമ്മൾ അവരെ അവിടെ നിന്ന് മാറ്റിവിടും, അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യം മേടിച്ച് നശിപ്പിക്കാറുണ്ട്. ഇനി മുതൽ ഈ ഭാഗങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാവും. പെട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ യോഗത്തിൽ പോലീസ് വകുപ്പ് തീരുമാനമെടുത്തു. സ്കൂളുകളുടെ പരിസരത്ത് പാൻ മസാല പോലുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപകമായ വിൽപ്പന രഹസ്യമായി നടക്കുന്നുണ്ടെന്നും അത് തടയുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്നും കർശന നടപടികൾ വേണമെന്ന് റാന്നി AO ഹരീന്ദ്രനാഥ് ബാനർജി യോഗത്തോട് ആവശ്യപ്പെട്ടു. വാറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്കൂളിന് ഉണ്ടാകുന്നുണ്ട്. സമയം 4 മണിക്ക് ശേഷം രാവിലെ വരെയായിട്ട് ബുദ്ധിമുട്ട് ചില അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ HM പറഞ്ഞിട്ടുണ്ട്. അവർ കേസ് ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരിടത്തും പറഞ്ഞിട്ടുണ്ട്. വാജ്യപാറ്റ് തടയുന്നതിനും അനധികൃത മദ്യവിൽപ്പന തടയുന്നതിനും എക്സൈസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് റാന്നി എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു യോഗത്തിൽ അറിയിച്ചു. എല്ലാ കടയിലും വീണ്ടും പുതിയതായിട്ട് അമന്റ് ചെയ്ത് നിരോധിച്ചിറങ്ങിയപ്പോൾ എക്സൈസ് അനധികൃത മദ്യവിൽപ്പനയിലും വ്യാജചാരായ വേട്ടയിലും പിടിക്കപ്പെട്ടവരുടെ വിശദാംശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. 13 കേസുകൾ കണ്ടെടുത്തു. റാന്നി സർക്കിളിൽ 106 റൈഡ് 13 കേസ്. റാന്നി റേഞ്ച് ഓഫീസിൽ 170 റൈഡ് 18 കേസ് 18 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിറ്റാറഞ്ചി 104 റൈഡ് 9 കേസുകൾ 9 പ്രതികൾ. അതിനകത്ത് കണ്ടെടുത്ത സാധനങ്ങൾ വിദേശമദ്യം റാന്നി സർക്കിളിൽ 7.925, ഭാഷ 252 ലിറ്റർ, അരിഷ്ടം 34.75. യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനയിലെ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രതിനിധികളും പല സ്ഥലങ്ങളിലും നടക്കുന്ന അനധികൃത മദ്യവിൽപ്പനയെക്കുറിച്ചുള്ള പരാതിയാണ് ഉന്നയിച്ചത്. ചമ്പു അല്ലെങ്കിൽ എന്തായാലും പറയുന്ന പാൻപരാഗ് ഒരു കടയിലുണ്ട്. ഒരു വണ്ടിയിൽ വന്ന് വേറൊരു കടക്കാരനെ പിടിച്ചപ്പോഴാണ് ആ കടക്കാരൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. എക്സൈസ് എന്തിനാണ് റാന്നിയിൽ CA ഉണ്ട്, SIമാർ എന്തിനാണ് ഈ ഓഫീസ് ഇവിടുന്ന് മാറ്റണം എന്നാണ് എൻ്റെ ഇടത്. വിഷയം ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ടെന്നും പോലീസിന്റെ സജീവമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നും റാന്നി CI J ഉമേഷ് കുമാർ യോഗത്തിൽ അറിയിച്ചു. അയച്ചു തന്നിട്ടുണ്ട്. ആ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സൈസുമായിട്ട് വാറ്റുചാരായ കേന്ദ്രങ്ങളിൽ ജോയിൻ റെയ്ഡ് നടത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ ബോർഡറായിട്ടുള്ള പ്ലാച്ചേരി ഭാഗത്ത് പോലീസിൻ്റെ വാഹന പരിശോധന, ശക്തമായ രീതിയിലുള്ള വാഹന പരിശോധന, ബോർഡർ സീലിംഗ് നടത്തിക്കൊണ്ടുള്ള റെഗുലറായിട്ടുള്ള വാഹന പരിശോധനയും അതുവഴി എരുമേലി മറ്റ് ഇടുക്കി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കഞ്ചാവ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ, ഹൻസ് അങ്ങനെയുള്ള പ്രോഡക്ട്സുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾ വാഹനങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി പരിശോധിക്കണമെന്നും അങ്ങനെ ഈ ഓണം പ്രമാണിച്ചുള്ള പരിശോധനയുടെ എല്ലാ റിസൾട്ടും എല്ലാ തിങ്കളാഴ്ചയും ഇതിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറായ നാർക്കോട്ടിക്സ് സെൽ DSPയുടെ മുമ്പാകെ റിപ്പോർട്ട് പോലീസ് കൊടുക്കണമെന്നും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിലിന്റെ അധ്യക്ഷതയിലായിരുന്നു അവലോകന യോഗം. റാന്നി CI J ഉമേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ മാത്യു, PH യൂസഫ്, ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ S രാജു, ഡെപ്യൂട്ടി തഹസിൽദാർ സാജൻ കുര്യാക്കോസ്, പെരുമ്പട്ടി SI TG പുരുഷോത്തമൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി പാണ്ഡ്യത്ത്, പ്രദീപ്കുമാർ കിഴക്കേവിള, CDS ചെയർപേഴ്സൺ ലീലാമ സക്കറിയ, ശോഭാമോഹൻ തുടങ്ങിയവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. പത്തനംതിട്ട BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വടശ്ശേരിക്കരയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട BRCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഡിറ്റക്ഷൻ ക്യാമ്പ് നടന്നു. വടശ്ശേരിക്കര ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ലോണം വഴക്ക് എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വയ്യാത്ത കുഞ്ഞുങ്ങളെന്ന് ആരാ നിന്നോട് പറഞ്ഞത്, നിനക്ക് എന്റെ വീട്ടിൽ വന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വന്നിരിക്കുന്ന രക്ഷകർത്താക്കളെ അഭിനന്ദിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ഒന്നും വൈകല്യങ്ങളൊന്നും വന്നില്ല. ഇതെല്ലാം അതിജീവിക്കാവുന്നതാണ്.
വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ് മുഖ്യപ്രഭാഷകനായിരുന്നു. ഒരു രാജ്യത്ത് വിവരശേഷിയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നാൽ അവരുടെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം രക്ഷകർത്താക്കളിൽ മാത്രമാണ് നിക്ഷിപ്തമായിരുന്നെങ്കിൽ ഇന്ന് അത് സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രശ്നമായി മാറുകയും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാനും സഹായിക്കാനും അങ്ങനെയുള്ള കുടുംബങ്ങളെ സാമൂഹികമായി ഉയർത്തിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. വടശ്ശേരിക്കര, ചിറ്റാർ, സീതത്തോട് പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ ക്യാമ്പിൽ മെഡിക്കൽ പരിശോധന നടത്തി. സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വർഗീസ്, വടശ്ശേരിക്കര ഗവൺമെന്റ് LPS പ്രധാനാധ്യാപിക TN സുലോചന, ഷാജി A സലാം, സൈന ആസീസ് പാലശ്ശേരിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാർ ട്രഷറി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി റാന്നിയിൽ ഇടപാടുകാരുടെ സംഗമം നടന്നു. റാന്നി ട്രഷറിയിലെ 5 മുതിർന്ന പെൻഷൻകാരെ ആഘോഷങ്ങളുടെ ഭാഗമായി ആദരിച്ചു. കേരള സർക്കാർ ട്രഷറി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി റാന്നി ട്രഷറിയുടെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ സംഘവും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കൽ ചടങ്ങ് നടന്നു. റാന്നി ട്രഷറിയിൽ ചേർന്ന സംഗമം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറി വകുപ്പ് സുവർണ ജൂബിലി ആഘോഷിക്കുക. സംസ്ഥാന ഒട്ടാകെ ഇന്നേ ദിവസം കസ്റ്റമേഴ്സ് മീറ്റ്, ഇടപാടുകാരുടെ സംഗമം നടത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ബാങ്കിങ് രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായി. പണ്ട് ATM എന്നോ ടെല്ലറെന്നോ മണി ട്രാൻസ്ഫർ എന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ ഏത് കുഗ്രാമത്തിൽ ചെന്നാലും നമ്മളാരും പോക്കറ്റിൽ പൈസയുമായിട്ടല്ല എങ്ങും പോകുന്നത്. ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ATM ഉണ്ട്. ATM ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഇവിടെ ATM ഇല്ലേ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കും. ട്രഷറിയിലും അതനുസരിച്ച് കാലാനുസൃതമായ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെറും ശമ്പളം ഡിസ്ബേഴ്സ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ടോ പെൻഷൻകാരുടെ ഡിസ്ബേഴ്സിങ് ഓഫീസായിട്ടോ ഉള്ള പഴയകാല ആ ഒരു കാഴ്ചപ്പാടൊക്കെ ട്രഷറി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിന്റെ കാവൽക്കാരെന്ന നിലയിൽ ട്രഷറി വകുപ്പിലും ധാരാളമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റാന്നി സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ എബ്രഹാം ബി കുര്യാക്കോസ്, റാന്നി AU ഹരീന്ദ്രനാഥ് ബാനർജി, പെൻഷനേഴ്സ് ബ്ലോക്ക് പ്രസിഡന്റ് K എബ്രഹാം, ഷീല വി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന 6 പെൻഷൻകാരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി മേഖലയിലെ തകർന്ന പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MV വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. റാന്നി മേഖലയിലെ തകർന്ന പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് CPI റാന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. റാന്നി പെരുമ്പുഴയിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധം
CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MV വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയും. ഗവൺമെന്റ് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ഈ റോഡുകളിലെ കുഴി അടയ്ക്കാൻ ഉദ്യോഗസ്ഥന്മാർ കാലവിളംബം കാട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത്തവണ മഴ കൂടുതലായിരുന്നു. തകർച്ച പെയ്ത കാലവർഷം കാരണം നമ്മുടെ റോഡുകളെല്ലാം തകർന്ന തരിപ്പണമായി അതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായി മാറുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിരവധി റോഡുകൾ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട് വേണം. ഒരു റോഡ് തകർന്ന് വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം, കാൽനട പോലും ദുസ്സഹമാകുന്ന വിധം തകർന്നു കിടന്നാൽ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലയിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത് എന്തുകൊണ്ടാണ്? മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ബേവിച്ചൻ വെച്ചുച്ചിറ, ജോജി കോവൂർ, R നന്ദകുമാർ, TP അനിൽകുമാർ, VT ആലിച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അവിട്ടം ജലോത്സവം, താലൂക്കിലെ ഓണാഘോഷ പരിപാടികൾ എന്നിവയെപ്പറ്റി ആലോചിക്കാൻ ജനപ്രതിനിധികളുടെയും താലൂക്കിലെ വിവിധ പള്ളിയോടങ്ങളുടെ പ്രതിനിധികളുടെയും ജലോത്സവ സമിതി പ്രവർത്തകരുടെയും യോഗം 24-ാം തീയതി 4-ന് PJT ഹാളിൽ ചേരും. ബ്ലോക്കിന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിലും ജലോത്സവ സമിതി പ്രസിഡന്റ് KS മത്തായിയും അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL കരാർ തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് 12-ാം ദിവസത്തിലേക്ക് കടന്നു. റാന്നി മേഖലയിൽ പണിമുടക്ക് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ തൊഴിലാളികളെ രാജു എബ്രഹാം MLA അഭിസംബോധന ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് 12-ാം ദിവസത്തിലേക്ക് കടന്നു. റാന്നിയിൽ നടന്നുവരുന്ന പണിമുടക്ക് സമരത്തെ രാജു എബ്രഹാം MLA അഭിസംബോധന ചെയ്തു. ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യകത ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല, ഇതര തൊഴിലാളി വിഭാഗങ്ങൾക്കും ഉണ്ടായത്. തൊഴിലാളികളുടെ മൗലികമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ തൊഴിൽ രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന നിഗമനത്തിലേക്ക് സംസ്ഥാന സമ്മേളനം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അനിശ്ചിതകാല സമരം എന്ന നിലയിൽ ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇവിടെ BSNLന്റെ മാനേജ്മെന്റ് പിടിവാശി ഉപേക്ഷിക്കണം. ആ പിടിവാശി ഉപേക്ഷിച്ചിട്ട് തൊഴിലാളി സംഘടനാ നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം. BSNL കരാർ തൊഴിലാളികൾ ആരും തന്നെ ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. BSNL EU ജില്ലാ സെക്രട്ടറി R മോഹൻ നായർ, CCLU സംസ്ഥാന സെക്രട്ടറി N സോമശേഖരൻ നായർ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു. സമരം 12-ാം ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന്റെയും BSNL മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്നും യാതൊരു പരിഹാര നിർദ്ദേശങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. സിറ്റി ന്യൂസ്, റാന്നി. പഴയ സീരീസിൽപ്പെട്ട നോട്ടുകൾ വ്യാജമാണെന്നുള്ള അഭ്യൂഹം റാന്നി പെരുന്നാട്ടിൽ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. പെരുന്നാട് സ്വദേശിനിക്ക് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച നോട്ടുകളാണ് LIC ഓഫീസിൽ എടുക്കാതെ വന്നതിനെ തുടർന്നു പെരുന്നാട് പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നോട്ടുകൾ വ്യാജമല്ലെന്ന്
ബോധ്യപ്പെട്ടതിനു ശേഷമാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമായത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പെരുന്നാട് സ്വദേശിനിക്ക് കിട്ടിയ പണം റാന്നി LIC ഓഫീസിൽ സ്വീകരിക്കാതിരുന്നത് നോട്ടുകൾ കള്ളനോട്ടാണെന്ന അഭ്യൂഹം പരത്തി. വിവരമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. നോട്ടുകൾ പെരുന്നാട് പോലീസിന്റെ സാന്നിധ്യത്തിൽ പെരുന്നാട് സെൻട്രൽ ബാങ്കിൽ പരിശോധന നടത്തി. കള്ളനോട്ടല്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞെങ്കിലും വിശ്വാസം വരാതെ പണം വീണ്ടും പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിൽ പരിശോധിച്ചു. ചില നോട്ടുകളുടെ സെക്യൂരിറ്റി ത്രെഡിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രസാദിന്റെയും വൈസ് പ്രസിഡന്റ് ഗിരിജ മധുവിന്റെയും നേതൃത്വത്തിൽ നോട്ടുകൾ വടശ്ശേരിക്കര SBTയിൽ പരിശോധിച്ചു. നോട്ടുകൾ കള്ളനോട്ടല്ലെന്നും ചില നോട്ടുകൾ പഴയ സീരീസിൽപ്പെട്ടതാണെന്നുമുള്ള ബാങ്ക് മാനേജറുടെ ഉറപ്പ് ലഭിച്ചപ്പോഴാണ് മണിക്കൂറുകൾ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ പ്രശ്നത്തിന് പരിഹാരമായത്. ഒരാളുടെ അജ്ഞത മൂലം പണം കൊടുത്തവരും അത് സൂക്ഷിച്ചവരും നാട്ടുകാരുമൊക്കെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിയത്. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണെങ്കിലും സ്വകാര്യ പണമിടപാട് സ്ഥാപന നടത്തിപ്പുകാരും എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. ഏത് സ്ഥാപനമായാലും പണം കൈകാര്യം ചെയ്യുന്ന ആളിന് നോട്ടുകളിലെ വ്യാജന്മാരെ തിരിച്ചറിയാനുള്ള വിദഗ്ധ പരിശീലനം കൊടുക്കേണ്ടുന്നതിന്റെ ആവശ്യകതയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു. സിറ്റി ന്യൂസ്, റാന്നി. പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാടമൺ സ്വദേശി സുധാകരന്റെ മൃതദേഹം കിട്ടി. വ്യാഴാഴ്ച വൈകുന്നേരം തടയണയിലൂടെ പമ്പാ നദി മുറിച്ചു കടന്നപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു സുധാകരൻ. ഇന്നലെ പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാടമൺ സ്വദേശി സുധാകരന്റെ ജഡം കിട്ടി. ഇന്നുച്ചയ്ക്ക് 12 മണിയോടുകൂടി മാടമൺ മുളങ്കുന്നേൽ കടവിനോട് ചേർന്നുള്ള കയത്തിൽ നിന്നുമാണ് ജഡം കിട്ടിയത്. നാട്ടുകാരനായ ലിനു തോമസാണ് മുങ്ങിയെടുത്തത്. ഫയർഫോഴ്സിന്റെ റാന്നി പത്തനംതിട്ട യൂണിറ്റുകൾ സംയുക്തമായി ഡിങ്കി ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം തടയണയിലൂടെ പമ്പാ നദി മുറിച്ചു കടക്കുമ്പോൾ കാൽവഴുതിയാണ് സുധാകരൻ പമ്പാ നദിയിൽ വീണത്. പെരുന്നാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. മുങ്ങിമരണം സംഭവിച്ചാൽ ആദ്യം അന്വേഷിക്കുന്നത് അടിച്ചിപ്പുഴ കലതിക്കാട്ടിൽ ലിനു തോമസിനെയാണ്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രശംസ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ 6 പേരുടെ മൃതദേഹങ്ങൾ മുങ്ങിയെടുത്ത ലിനുവിന് ഫയർഫോഴ്സിൽ ജോലി നൽകണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ പമ്പാ നദിയിൽ മുങ്ങിമരിച്ച സുധാകരന്റേതടക്കം നിരവധി പേരുടെ ജഡങ്ങൾ മുങ്ങിയെടുത്ത അടിച്ചിപ്പുഴ കലതിക്കാട്ടിൽ ലിനു തോമസ് എന്ന ചെറുപ്പക്കാരന് ഫയർഫോഴ്സിൽ ജോലി നൽകണമെന്ന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം ശക്തമാകുന്നു. ഇതിനു മുൻപ് 6 പേരുടെ ജഡങ്ങൾ ഇയാൾ മുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് അയ്യപ്പ ഭക്തരുടേതാണ്. ഇതിനു മുമ്പേ താഴെ മണ്ഡലക്കയം, അതിൻ്റെ മേളത്തെ കയം, ഇവിടെ അമ്പലക്കയം, പിന്നെ നമ്മുടെ ഈ പാലക്കടവ്, പിന്നെ കഴിഞ്ഞ വർഷം സ്വാമി, എല്ലാം അന്നല്ല സ്വാമി വരും. പിന്നെ ഇവിടെ ഒരാൾ അടുത്തുള്ള ശബരിമലയിലേക്കുള്ള പ്രധാന പാതയ്ക്ക് സമീപത്തുകൂടി ഒഴുകുന്നതുകൊണ്ട് പമ്പാ നദിയിൽ എല്ലാ വർഷവും അയ്യപ്പ ഭക്തർ അപകടത്തിൽപ്പെടാറുണ്ട്. 6 പ്രാവശ്യം ഈ ചെറുപ്പക്കാരൻ ജഡങ്ങൾ മുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിലും അർഹിക്കുന്ന പരിഗണന നൽകാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സിൽ മുങ്ങൽ വിദഗ്ധർ ഉണ്ടെങ്കിലും അപകട ചുഴികൾ പതിയിരിക്കുന്ന ഈ ഭാഗത്ത് മുങ്ങി തിരച്ചിൽ നടത്തണമെങ്കിൽ അത് തദ്ദേശീയർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് പല പ്രാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ ചെറുപ്പക്കാരന് ശബരിമല തീർത്ഥാടന കാലത്തെ പ്രാധാന്യം കണക്കിലെടുത്ത് ജോലി നൽകിയാൽ ഈ ഭാഗത്തുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. പ്രതിഫലേച്ഛയില്ലാതെ തങ്ങൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ തിരച്ചിൽ നടത്താൻ തയ്യാറാണെന്നും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ ഫയർഫോഴ്സിന് സാധിക്കുന്നില്ലെന്നും ഫയർഫോഴ്സിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറായെങ്കിൽ മാത്രമേ ജനങ്ങളും ഫയർഫോഴ്സും ചേർന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേഗത്തിൽ ഫലം കാണാനാകൂ എന്നും ഇന്നത്തെ തെരച്ചിലിൽ സജീവമായി പങ്കെടുത്ത പ്രദേശവാസിയായ അജി പി പണിക്കർ പറഞ്ഞു. നമ്മുടെ ഫയർഫോഴ്സിന് ആവശ്യമായുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ആവശ്യാനുസരണമുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. അത് ഇന്നലെ രാത്രിയിൽ ആൾ പോയിട്ട് ഫയർഫോഴ്സ് വന്നപ്പോൾ അവരുടെ ആ മറ്റേ വലിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ. രാത്രിയിൽ തിരയാൻ വേണ്ടി ഇവിടെ മുങ്ങാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറയാൻ പല ദേശങ്ങളിൽ വരുന്നവർക്ക് അവർക്ക് ഈ പമ്പയാറ്റിൽ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. മുങ്ങാൻ കഴിവുള്ള ആളുകൾ ചെറുപ്പക്കാരുടെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ട അത്യാവശ്യം ലൈറ്റ് സംവിധാനം, വെള്ളത്തിലടിച്ചു നോക്കാനുള്ള ലൈറ്റ് സംവിധാനം, അത്യാവശ്യ സൗകര്യങ്ങൾ കേരള ഫയർഫോഴ്സിന് ഇല്ല എന്നുള്ളത് ഇന്ന് ലഭിക്കുന്നൊരു സംഭവം. നാട്ടിൽ നിരന്തരമായിട്ട് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും വേണ്ടി വരുന്ന സൗകര്യങ്ങൾ ഫയർഫോഴ്സിന് കേരള ഫയർഫോഴ്സിന് ഇല്ലെന്നുള്ളത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം VS ഷൈനു ആവശ്യപ്പെട്ടു. പ്രദേശത്ത് ചെറുപ്പക്കാരായ ഒരുപാട് ആളുകൾ സന്നദ്ധ പ്രവർത്തകരായി ഈ മുങ്ങി ബോഡി എടുക്കുന്നതിനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്നാൽ ഇത് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഇതിൻ്റെ സഹായങ്ങളോ ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. വിദഗ്ധമായ എന്നാൽ ഫയർഫോഴ്സ് എത്തുകയും അവർക്കെന്നാൽ ഈ വെള്ളത്തിൽ മുങ്ങിയെടുക്കാനുള്ള ഒരു സൗകര്യങ്ങളായാലും അതിനുള്ള പരിശീലനങ്ങളായാലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് പ്രദേശത്തുള്ള ഈ ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഫയർഫോഴ്സിൽ ആളുകളെ എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണമെന്നുമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. സിറ്റി ന്യൂസ് റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ തട്ടിപ്പ് കേസിൽ ഡെന്നി ജോബനും നടി ശാലു മേനോനും ജാമ്യം അനുവദിച്ചു. റാന്നിയിൽ മദ്യവും അനധികൃത മദ്യവിൽപ്പനയും തടയുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുള്ള പ്രവർത്തനമായി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വടശ്ശേരിക്കരയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. റാന്നി ട്രഷറിയുടെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ സംഗമവും മുതിർന്ന ഇടപാടുകാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.